നിങ്ങൾക്കുണ്ടോ സെൽഫ് റെസ്പെക്റ്റ്? സോറി ഗൈസ്, കണ്ടിട്ട് മാറിപ്പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ്. പിന്നെ ഞാൻ കുറേ നോക്കിയപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായി നമ്മുടെ വീട് കുറച്ച് ചരിഞ്ഞിട്ടാണുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, കുറേ അധികം കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടാണ് നമ്മുടെ വീട് ഉള്ളതെന്ന്. ഇനിയിപ്പോൾ അത് പൊട്ടിച്ച് പണിയാനുള്ള മനക്കരുത്ത് എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമുക്കിതിനകത്ത് ലൈറ്റ് ചെയ്യണം. ബിക്കോസ് കുറച്ചൊരു നിഴൽ പോലത്തെ ഒരു സാധനം ഇതിനെ കാണാൻ പറ്റും. പക്ഷെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ടെക്സ്ചറാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഒരു നിഴലിൻ്റെ ഒരു ബ്ലാക്ക് കളർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനകത്തൊക്കെ നമുക്ക് ലാൻഡേൺ വെക്കാം. സോ ഐ എം നോട്ട് പ്ലാൻഡ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലാൻഡേൺ വെക്കുന്നത് വളരെയധികം മോശമായിട്ടായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെയാണ് വെച്ച് കൊടുത്തത്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടും തോന്നിയില്ല. സോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഫെൻസിൻ്റെ കളർ ജസ്റ്റ് മാറ്റാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കളർ ഫെൻസ് എടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. സോ ഇപ്പം ഞാൻ എന്താ ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഏത് വുഡ്, സ്പ്രൂസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സ്പ്രൂസ് വുഡ് എടുത്തിട്ട് ഫെൻസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫെൻസ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആ 4 ഭാഗത്തും 4 ലാൻഡേൺ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഐ ഡോണ്ട് നോ ഹൗ എങ്ങനെ ഉണ്ടാവും ലുക്കിങ്. എനിക്ക് ഇംഗ്ലീഷ് ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, സോറി ഫോർ ദാറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് വെച്ചത്. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല കേട്ടോ. ബിക്കോസ് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഭയങ്കര സിമ്പിളായിട്ട് ഈ ഒരു ടോർച്ച് യൂസ് ചെയ്തിട്ട് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ? വളരെ സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. 2 ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാൻഡേൺ ഉണ്ടാക്കിയതല്ലേ, അതിന് സങ്കടമാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ ഇട്ടും. എൻ്റെ മുന്നേ ഞാൻ എവിടെ വെച്ചാലും ഇതിങ്ങനെ ആയി പോവാണല്ലോ. കുറേ നേരമായിട്ട് ഞാൻ വെക്കുന്നുണ്ട്, പക്ഷെ മാറി വേറെ സ്ഥലത്താണ് ഇതാവുന്നത്. അപ്പം ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 കമ്മലിട്ട ഫീലുണ്ട്. കൊള്ളാം. അപ്പം ഇങ്ങനെ തന്നെ വെച്ചിരിക്കാം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് 2 പാർട്ട് റൂം ആക്കണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. സോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് വെക്കാൻ പോകുന്നത്, എനിക്ക് അറിയില്ല. അപ്പം മെയിനായിട്ട് ഇതൊരു സ്റ്റോറേജ് ഹൗസ് പോലെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ചെസ്റ്റിനകത്തുള്ള സാമാനങ്ങളെല്ലാം എടുത്തിട്ട് ആ ഒരു അകത്ത് കുറേ ചെസ്റ്റ് അടുക്കി വെച്ചിട്ട് അതിനകത്തേക്ക് ഓരോന്ന് സോർട്ട് ചെയ്ത് അവിടെ വെച്ച പോലെ തന്നെ വെക്കണം. അതാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് അധികം വെക്കാം. ഇങ്ങനെ വെക്കണ്ട, നമുക്ക് തിരിച്ചിട്ട് ചെസ്റ്റ് വെക്കാം. തിരിച്ചിട്ട് നമുക്ക് വെക്കാം കേട്ടോ. മീൻസ് ലൈക്ക് ദിസ്. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ. ഡബിൾ ചെസ്റ്റിലാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പോൾ ഒരു ചെസ്റ്റ് എടുത്തേ ഉള്ളൂ. ഇൻവെൻട്രി ഭയങ്കര നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇനി മേക്ക് ചെയ്യാൻ നിൽക്കുന്നില്ല. അവിടുന്ന് പൊട്ടിച്ച് തന്നെ എടുക്കാം. ഓക്കെ, വുഡൊക്കെ വളരെ ക്ഷാമമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ നോക്കിക്കോ, നല്ല അടിപൊളി സൺസെറ്റ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ചെസ്റ്റുകൾ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഭ്രാന്ത് പിടിക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ സോർട്ട് ചെയ്യുമ്പോഴേ ഭയങ്കര ഇതിനകത്ത് വെക്കും എന്ന് ഭയങ്കര ഒരു ഡൗട്ടായിരുന്നു. സോ ഞാൻ എങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് നമ്മളിന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നാളെ മുതൽ സ്കൂൾ തുറക്കാൻ പോകണം കേസ്. ഇത്രയും നാളെ എന്തുകൊണ്ട് തുറന്നില്ല എന്നൊരു ഫീലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് തുറക്കണ്ടായിരുന്നു എന്നൊരു ഫീലാണ് തോന്നുന്നത്. സോ എന്തായാലും നമുക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ നടുക്ക് ഭാഗത്തുള്ള സ്പേസിൽ ഞാൻ മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിളും അങ്ങനത്തെ ഫർണസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെക്കാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ബിക്കോസ് ഫർണിച്ചേഴ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യുമെന്ന് എനിക്ക് വലിയ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ഇങ്ങനത്തെ തിങ്സ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ തിങ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാർഷികപരമായ കുറച്ച് ഫുഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതൊക്കെയാണ് ഞാൻ ഈ ഒരു ചെസ്റ്റിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഒരുപാട് ടൈം എടുത്തിട്ടാണ് എല്ലാതും സോർട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണസും ഇവിടുന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. എടുത്തിട്ട് നമുക്ക് അപ്പുറത്ത് കൊണ്ട് വെക്കാം. അപ്പുറത്ത് മീൻസ് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കാം. ആൻഡ് ഇവനെയും വിളിച്ചോണ്ട് കേട്ടോ, ഒരു സേഫ്റ്റിക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ, അതിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെയും ഫർണസ് ഇവിടെയും വെച്ച് കൊടുക്കാം. ഇനി ഒരു ഫർണസും കൂടി എനിക്ക് ഉണ്ടാക്കണം എന്നുണ്ട്. പക്ഷേ അതിനുള്ള കൊബിൾ സ്റ്റോൺ ഇല്ല ഗൈസ്, അതാണ് ഒരു പ്രോബ്ലം. ഞാൻ ഈ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൊബിൾ സ്റ്റോൺ ആണ്. പക്ഷേ അതിൻ്റെ ഒറ്റ കൊബിൾ സ്റ്റോൺ പോലും ഇപ്പോൾ ഇല്ല, കലികാലം. അപ്പോൾ എന്തായാലും ഫർണസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തുകൊണ്ട് വന്നില്ലേ, അവിടെ തന്നെ വെക്കാനാണ്. ഒരു 2 ചെസ്റ്റും കൂടി ഉണ്ടാക്കി വെച്ചിരിക്കാം. കാരണം എപ്പോഴും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ ഇരുന്നു, പിന്നെ എപ്പോഴേലും മൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം
എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഒരു ഡബിൾ ചെസ്റ്റും വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇതായിരിക്കും. അങ്ങനെയൊക്കെ തന്നെ. ആൻഡ് ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താ പറയുക, കുറച്ച് ഡെക്കറേഷനാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈ ഓക്ക് ലീവ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇവിടെ ഫുൾ വെച്ചിട്ടുള്ള പോലെ തന്നെ വെക്കുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ ലുക്കിന് വേണ്ടിയിട്ടും പ്ലസ് ഞാൻ പെട്ടെന്ന് താഴോട്ട് എടുത്ത് ചാടാതിരിക്കാനും അതിന് വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ വെക്കണം. ഇനി നമുക്ക് ഇപ്പോൾ ഈ ഒരു പാത്തിൻ്റെ അങ്ങോട്ടേക്ക് ഇനി നമുക്ക് വേണമെങ്കിൽ ഓരോ ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം സ്ഥലമുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും അടയ്ക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു സൈഡിൽ നിന്നൊക്കെ മാത്രം കേട്ടോ ഇങ്ങനെ ലീവ്സ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളത് വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ വെച്ചുമ്പോൾ തന്നെ വല്ലാത്തൊരു ലുക്ക് ഉണ്ട് ഇപ്പോൾ കാണാൻ തോന്നുന്നു. എന്തായാലും നമ്മൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ തന്നെ ലുക്കായില്ലേ, അടിപൊളിയായി. അപ്പോൾ അതാണ് നമ്മുടെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അവനവിടെ ഇരിപ്പുണ്ട്. ഏകദേശം സെറ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ, സീനില്ല. ആൻഡ് ഓൾസോ നമുക്ക് പാരറ്റിന് 2 പേര് പെട്ടെന്ന് തൊട്ട് കാണിച്ചതാണ് ഈ. ഓക്കെ, അപ്പം അവർക്ക് 2 പേര് ഞാൻ കമൻറ്റ് ചെയ്യാൻ ചോദിച്ചു. ഒരാളുടെ പേരാണ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്, പക്ഷെ 3 പേരാണ് കമൻറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ 3 പേർക്ക് ഞാൻ 3 പേരിടാമെന്ന് വിചാരിച്ചു. അപ്പം അവൻ്റെ പേര് മറന്നുപോയി, ഞാൻ നോക്കിയിട്ട് വരാം. അപ്പം ആ ഒരു ബ്ലൂ റിയോമോ ആണ്. ഇവനാണ് റിയോമോ. ആൻഡ് അത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, സോറി ഫോർ ദാറ്റ്. റിയോമോ കൊള്ളാം, നല്ല പേരാ. അപ്പോൾ എന്തായാലും ഇത് റിയോമോ. ആൻഡ് ഇത് മോമോ. എനിക്ക് മോമോ. ഇത് ഒരാളും കൂടെ ഉണ്ട്, അത് സിംബ. അതെവിടെ? സിംബ എവിടെ? കാണുവാനില്ല. സിംബയെ കാണുവാനില്ല ഗൈസ്. ഓ മൈ ഗോഡ്. ഗേൾ അല്ല, ഒരു ഗ്രീൻ പാരറ്റ് അല്ലായിരുന്നോ, അതിനെ കാണുന്നില്ല കേട്ടോ. ഐ തിങ്ക് അതിനി വോയിഡിൽ പോയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിവിടെ നോക്കി തപ്പി പിടിച്ച് നോക്കുന്നതായിരിക്കും, മീൻസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.